കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 200 ലൈക്കും അതുപോലെ തന്നെ 10K സബ്സ്ക്രൈബേഴ്സുമാണ്. സോ നിങ്ങളെല്ലാവരും അതിലേക്ക് എത്തിക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫൈനലി നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജോഷുവ സൊട്ടീരിയ ബാക്ക് ടു ദ ട്രാക്ക് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറിയൊക്കെ മാറി അദ്ദേഹം ഇപ്പോൾ വീണ്ടും പിച്ചിൽ പ്രാക്ടീസിന് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിക്കവാറും അടുത്ത കളികളിൽ ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. അദ്ദേഹം തിരിച്ചു വന്നതിൻ്റെ പിക്ചേഴ്സൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല ആരാണ് പുറത്തു പോകുന്നത്, ആരാണ് വരാൻ പോകുന്നത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ. കാരണം എല്ലാം ഡ്യൂറൻ കപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ജോഷുവ സൊട്ടീരിയ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്, നമുക്കറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ജോഷുവ സൊട്ടീരിയക്ക് ഇഞ്ചുറി ആണെന്ന് വെച്ചു അദ്ദേഹത്തെ നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് ഒരു ഇഞ്ചേർഡ് പ്ലെയറിനെ ടീമിൽ നിന്ന് റിലീസ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ അതായത് അദ്ദേഹത്തിൻ്റെ ഒരു അനുവാദമില്ലാതെ അത് സാധിക്കത്തില്ലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും ഇഞ്ചുറി ഇല്ലെങ്കിൽ നമുക്ക് ജോഷുവ റിലീസ് ചെയ്യാം, അല്ലാത്ത പക്ഷം അത് കുറച്ച് പാടാണ് എന്ന് തന്നെ പറയണം. എന്തായാലും ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട്, എന്തായാലും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്രൂഷ്യൽ മാച്ചാണ് വരാൻ പോകുന്നത്, ഒരു അഡീഷണൽ ഫോറിൻ പ്ലെയറോട് ഇരിക്കുന്നത് എന്തുകൊണ്ടും ഒരു നല്ല കാര്യമാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാൻ സാധിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത്, നേരത്തെ നമുക്കറിയാം ദീപക് താങ്കുരി ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ചോദിച്ചിരുന്നത്. എന്തായാലും അത് കഴിഞ്ഞ് ബ്ലാസ്റ്റേഴ്സ് ചോദിച്ചിരിക്കുന്നത് അഭിഷേക് സൂര്യവംശിയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും അഭിഷേക് സൂര്യവംശിയും അവർക്ക് തരാൻ തയ്യാറല്ല, കാരണം അവരുടെ ഒരു ഫ്യൂച്ചറായിട്ടാണ് അഭിഷേക് സൂര്യവംശി അവർ കാണുന്നത്. സോ അവർ വേറെ ഓപ്ഷൻ തേടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അഭിഷേക് സൂര്യവംശിയെ തരാൻ റെഡിയല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ചോദിച്ചിരിക്കുന്നതും അഭിഷേക് സൂര്യവംശിയാണ്. സോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. അഭിഷേക് സൂര്യവംശി ഭയങ്കര ടാലൻ്റായിട്ടൊരു പ്ലെയറാണ്, നല്ലൊരു വിഷനുള്ളൊരു പ്ലെയറാണ്. അതുപോലെ നല്ല രീതിയിൽ പാസ് ചെയ്ത് കളിക്കാൻ പറ്റുന്നൊരു പ്ലെയറാണ്. ഒരു DM ആയിട്ട് നമുക്ക് കളിപ്പിക്കാം, വേണമെങ്കിൽ ഒരു CV ആയിട്ടും കളിപ്പിക്കാം. അദ്ദേഹം CV ആയിട്ടൊക്കെ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഭയങ്കര ഒരു വിഷനുള്ളൊരു പ്ലെയറാണ്. പിന്നെ അങ്ങനെ ഇടിച്ചിട്ട് കളിക്കുന്നൊരു പ്ലെയറേ അല്ല, ഒരു ക്ലാസിക് പ്ലെയറാണ് അദ്ദേഹം. സോ വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. എന്തായാലും ജീക്സണൊരു പകരക്കാരനാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസിങ് അതുപോലെ പൊസിഷൻ ഗെയിം വിഷൻ അതിൻ്റെ കാര്യത്തിൽ ജീക്സൻ്റെ കൂടെ കിടപിടിച്ചിരിക്കുന്നൊരു പ്ലെയർ തന്നെയാണ്. ബട്ട് ഒരു ഫിസിക്കൽ ഗെയിമിലേക്ക് പോകുമ്പോൾ അഭിഷേക് സൂര്യവംശി കുറച്ച് വീക്കാണ്. അല്ലാത്ത പക്ഷം നോക്കുമ്പോൾ ഒരു ക്ലാസിക് ഒരു DMF CM കളിക്കുന്നൊരു പ്ലെയർ തന്നെയാണ്.